രണ്ട് സൈഡുകളിലേക്കും ഒതുങ്ങേണ്ടതാണ്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം BDJS-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം അനിശ്ചിതത്വം വന്നു. വീണ്ടും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എന്ന സമയത്ത് നമ്മളെ എതിർക്കുന്ന എല്ലാ ആളുകളും മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ള BJPയുടെ സാന്നിധ്യം തൃശൂർ പാർലമെന്റിൽ നമ്മുടെ ആരാധനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അവർ വന്നതോടുകൂടി നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഞാനും നിങ്ങളും പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ താമര വിരിയുന്നത് വടക്കൻനാടന്റെ മണ്ണിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, വൈകിയാണെങ്കിലും രണ്ടു കൂട്ടരെ സംബന്ധിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ സ്വീകരണ സമ്മേളനങ്ങൾ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആരാധനായ സാരഥിയെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വളരെ വൈകിയ വേളയിലാണ് 7 ദിവസത്തെ തൃശൂർ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി എത്തിയതും വളരെ വൈകിയാണ്. 7 ദിവസത്തെ മണ്ഡല പര്യടനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള യോഗത്തിനെത്തിയിരിക്കുന്നതും വളരെ വൈകിയാണ്. ഈ വഴി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് കാണുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരുപാട് നേരം അവരെ മുടക്കിയിടാൻ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വേഗം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം കടത്തിവിടണം. കാരണം അങ്ങനെ ഒരു വണ്ടിയിൽ ഞാൻ പെട്ടുപോയാൽ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വളരെ സുപരിചിതനാണ് ഞാൻ. 33 വർഷത്തെ കലാ ജീവിതം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് മലയാളി, തമിഴ്, തെലുങ്ക്, കന്നഡ പ്രേക്ഷക സമൂഹത്തിന്റെ സംഭാവനകൾ കൊണ്ട് എന്റെ ജീവിതം സമ്പന്നമാക്കിയ ദൈവം സമ്മാനിച്ച മുഹൂർത്തങ്ങൾക്ക് ഞാൻ പ്രിയ മലയാളി പരിച്ഛേദത്തിനോട് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് കൂടി, ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കുകയാണ്.
ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള സ്ഥാനം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ആ കലാകാരന്റെ നിലവാരത്തെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുമില്ല, ഒരു ബോധ്യവുമില്ല. ആ ധാരണയും ബോധ്യവും ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലും എന്നെ പ്രതിഷ്ഠിക്കാം. ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലയ്ക്ക്, ഭർത്താവ്, അച്ഛൻ, ആങ്ങള, മകൻ എന്നെല്ലാം നിലകളിൽ ഞാൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു മനുഷ്യനായി പ്രവർത്തിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഈശ്വരാനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും എനിക്ക് രക്ഷകനായി ദൈവം നേരിട്ട് വന്ന് ഒരു കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ച ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ പ്രചരണ കാലഘട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് നടക്കാത്തത് കൊണ്ട് എനിക്ക് 2 സിനിമ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമയും ചെയ്യും, ഒപ്പം പ്രചരണത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പ്രചരണം നടത്തണം. അതാണ് എന്റെ മഹത്തരമായ, അതായിരിക്കണം എന്റെ മഹത്തരമായ പ്രവർത്തനമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് വയനാടിനെ സംബന്ധിച്ചൊരു സംശയം വന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പലായനം ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എന്റെ പ്രധാനമന്ത്രിയും എന്റെ ദേശീയ അധ്യക്ഷനും സ്നേഹപൂർവം നിർബന്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഉദ്യമം വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയം മാത്രമാണ് ഉദ്ദേശം. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല. കേരളത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക മേഖലകളിൽ ഒരു വലിയ വ്യതിയാനത്തിനുള്ള വിളി, നെഞ്ചകം പൊളിച്ചുള്ള വിളി ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളുടെ ഇടപെടലും വളരെ സാധ്യമാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യും. അതിന് 56 അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കാണുന്നത് ഒരു 110 ഇഞ്ച് നെഞ്ചിന്റെ വീതിയാണ് ഞാൻ കാണുന്നത്. പാണ്ടിലോറി കയറി ഇറങ്ങിയതുപോലെ ആകും മക്കളെ. അതാണ് അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ. പിന്നെയും പിന്നെയും ദുരന്തമായി തീരുവാൻ മാത്രമേ കേരള സർക്കാരിന് 3 വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ദുരന്തം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീജിത്തിന്റെ കുടുംബത്തിൽ, കെവിന്റെ കുടുംബത്തിൽ കൊണ്ടുചെന്ന് 5-10 ലക്ഷം കൊടുത്തത് കൊണ്ടായില്ല ഒരു സർക്കാരിന്. ആ ഒരു പ്രവണത അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം, തീവ്രമായ സമൂഹത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം, ആരെവിടെ പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഭീകരവാദിയാവും തീവ്രവാദിയാകും എന്ന് പറയാൻ പറ്റാത്ത നാട്ടിലെ സാമൂഹിക ജീവിതാവസ്ഥ. ഇതിനാണോ എല്ലാം ശരിയാക്കും എന്ന ടാഗ് ലൈൻ? അതൊന്നും സംഭവിച്ചു കൊടുക്കാനൊക്കത്തില്ല. എത്ര വണ്ടിയുടെ അകമുടി ഉണ്ടെങ്കിലും, എത്ര കാക്കിക്കാരുടെ സേവനം തൂക്കം പിടിച്ച് കൂടെ ഉണ്ടെങ്കിലും അതൊന്നും സാധ്യമാവില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ആ മുഹൂർത്തം പൂർണ്ണമായി വിനിയോഗിക്കേണ്ടത് പ്രജകളാണ്. കാരണം ഭാരതം എന്നത് രാമരാജ്യമല്ല, പ്രജാരാജ്യമാണ്. പ്രജാരാജ്യമായി തന്നെ നിലനിൽക്കണം. പ്രജകളുടെ അന്തസ്, പ്രജകളുടെ യശസ്,
അവരുടെ ജീവിതം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആരായാലും ശരി തന്നെ പാഠം പഠിപ്പിച്ചേ മതിയാകൂ, അവർ പാഠം പഠിച്ചേ മതിയാകൂ. അത്തരത്തിലൊരു മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നതിന്റെ പ്രജകൾ അതിന് കൊടിപിടിക്കുന്ന ഒരവസ്ഥയായിരിക്കണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ജഗതി ശ്രീകുമാർ സിനിമയിൽ പറയുന്നത് പോലെ വളരെ പെട്ടെന്നായിരിക്കും. 2021 ഉടനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കണം. ദൈവം ഒരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾക്ക് അതിൽ അമിതമായ വിശ്വാസമാണ്. തൽക്കാലം ആ ദൈവത്തിന്റെ പേര് പറയാൻ എന്റെ നാവിനും എന്റെ ഹൃദയത്തിനും സ്വാതന്ത്ര്യമില്ലല്ലോ. എനിക്കത് കഴിയില്ല. അതെന്റെ ദുരന്തം, എന്റെ ദുരന്തം. വരട്ടെ. എല്ലാം ശരിയാക്കാൻ വന്നവരെ മൊത്തത്തിൽ ഒന്ന് നേരെയാക്കേണ്ടി വരും. നേരെയാക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കലാകാരൻ, ഒരു അവതാരകൻ. അവതാരകൻ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പദ്ധതിയിൽ കേരളത്തിലെ ദുരന്തത്തിൽ മുങ്ങിപ്പോയ ജീവിതങ്ങൾ, സങ്കീർണതകളിൽ നിന്ന് മുങ്ങിത്താഴുകയല്ലാതെ ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ച് ഒരു ചെറിയ വലിയ പരിച്ഛേദം, ആ പരിച്ഛേദത്തിന്റെ കണ്ണീർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചോരക്കണ്ണീരായി അത് ഏറ്റുവാങ്ങുവാനേ സാധിച്ചുള്ളൂ. ദൂരങ്ങളിൽ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരെ ഒക്കെ തലോടണമെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ആ തലോടലിനുള്ള വിരലുകൾ എന്റേതായപ്പോൾ എനിക്ക് നേടുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠയാണ്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും. അതും ഒരു വ്യക്തിപ്രഭാവം അളക്കുന്നതിന് നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ എൻഡോസൾഫാൻ പ്രദേശത്ത് ഈ സർക്കാർ ചവിട്ടിയും എറിഞ്ഞും കൊന്ന ആൾക്കാരുടെ എല്ലാം ഗൃഹങ്ങളിലേക്ക് 13 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിൽ അങ്ങനെ എത്ര ശരത് ലാൽ, കൃപേഷ്, കോൺഗ്രസ്സുകാര്, എനിക്ക് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടേ തോന്നിയുള്ളൂ, എന്റെ മക്കളായിട്ടേ തോന്നിയുള്ളൂ. ഇനിയും പോകും, ആരെതിർത്താലും പോകും, രാഷ്ട്രീയം അതിനകത്ത് നോക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ കാര്യത്തിൽ ആരും ദുഷ്ടലാക്കോടെ രാഷ്ട്രീയം കാണരുത്. അവരും ശരിയാക്കേണ്ട കൂട്ടത്തിൽ പെട്ടുപോകും. ഞാൻ ഒരു നല്ല മനുഷ്യനായി തന്നെ ജീവിക്കണം, ആ ജീവിതം തുടരണം, അങ്ങനെ ജീവിച്ച് തന്നെ അവസാനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് എല്ലാവരെയും വേണം, എല്ലാവർക്കും എന്നെയും വേണം എന്ന നിശ്ചയം ശക്തമായി നിലനിർത്തണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കുമ്പോൾ എന്നിലെ വ്യക്തി, അതിന്റെ പ്രഭാവം എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചോളൂ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെ നിശ്ചയം ഉറപ്പിക്കുന്നതിന്. അതിന് തീർച്ചയായിട്ടും എന്റെ പ്രാപ്തിയാണ് നിങ്ങൾ അളക്കേണ്ടത്. ഞാൻ പുതുതായി ഓടുപൊളിച്ചിറങ്ങിയ, ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു രാഷ്ട്രീയക്കാരനല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും സമുന്നതരായ നേതാക്കന്മാരുടെ മുഴുവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള ഒരു നിഷ്പക്ഷമതിയായിരുന്നു. ഇന്നെനിക്കൊരു പക്ഷമുണ്ട്.
ആ പക്ഷത്തിൽ ഞാൻ ശക്തനുമാണ്. അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അത് ഞാൻ സിനിമയിൽ പറയുന്നത് പോലെ നല്ല പിറന്ന ഒരു നേതാവ് എനിക്കുണ്ട്, ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാധ്യത ഈ രാജ്യമാണെന്ന് എനിക്കറിയാം. നേതാക്കളല്ല, പാർട്ടിയല്ല, ഇതെല്ലാം രണ്ടാമതും മൂന്നാമതും വരുന്നതാണ്. രാജ്യം ആദ്യം. രാഷ്ട്രവാദികളുടെ സംഘം. 5 വർഷത്തെ ഭരണം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഓരോ പദ്ധതിയും എടുത്തു നോക്ക്. നോട്ട് മാറ്റം അടക്കം. നോട്ട് മാറ്റം ആരെയൊക്കെയാണ് നിലയ്ക്ക് നിർത്തിയത് നോക്കൂ. 5 ലക്ഷത്തിലേക്ക് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് ആരെയാണ് രക്ഷിച്ചത്? അംബാനിയെ, അദാനിയെ, മമ്മൂട്ടിയെ, മോഹൻലാലിനെ, എന്നെ. ഞങ്ങൾക്കും എല്ലാം 5 ലക്ഷത്തിനേ ഉള്ളൂ ടാക്സ് അടയ്ക്കേണ്ടാത്തത്. പക്ഷെ 5 ലക്ഷം മാത്രം അല്ലെങ്കിൽ 6 ലക്ഷം മാത്രം വരുമാനമുള്ള ഒരു കുടുംബത്തിന് അതിന്റെ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? ഈ പഠനം വേണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥർ 70% പേരും ഇടതര. അവർക്കിതൊരു അനുഗ്രഹമായിട്ട് തോന്നിയില്ലേ? അവർക്കൊരു രാഷ്ട്രീയ ചിന്താഗതി മാറ്റം വേണമെന്ന് തോന്നിയില്ലേ? രാഷ്ട്രവാദി ഭരണത്തിന്റെ ഗുണഭോഗം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുന്ന വോട്ട് സ്നേഹം അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനോട് തോന്നിയില്ലേ? തോന്നണ്ടേ? അപ്പൊ ജനനന്മ ഒരു ഭരണം നടപ്പിലാക്കുമ്പോൾ, ശക്തമായി നടപ്പിലാക്കുമ്പോൾ, അതിന് എതിരെ നിൽക്കുന്നവരെ രാജ്യത്തെ വിഘടനവാദികളായി മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂ, സ്വീകരിക്കുവാൻ കഴിയൂ. ഇതുപോലെ അനേകം പദ്ധതികളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ്. ഇനി എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ 3 വർഷക്കാലം രാജ്യസഭാ അംഗം എന്ന നിലയ്ക്ക് ലോക്കൽ ഏരിയ MPs ഡെവലപ്മെന്റ് ഫണ്ട്, MP ലാഡ്, പ്രാദേശിക വികസന ഫണ്ട്, ഒരു MP-യുടെ എങ്ങനെ കൃത്യമായി 1 ലക്ഷം രൂപ വെച്ച് 1000 പേർക്ക് കൊടുക്കാതെ 1-2 കോടി 25 ലക്ഷം അതുപോലെയുള്ള പദ്ധതികളുമായി എവിടെയൊക്കെ ഞാൻ ഓടിയെത്തി. കേരളത്തിൽ ഒരു വെറും സിനിമാ നടനാണ് ഞാൻ, സമ്മതിക്കുന്നു. ഒരു വെറും സിനിമാ നടൻ MP ആണ് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷെ ആ MP കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് വഴി കെട്ടിയിറക്കിയ MP എന്തൊക്കെയാണ് ചെയ്തതെന്ന് 14 ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് റെക്കോർഡ്സിൽ രേഖകളുണ്ട്, ലഭ്യമാണ്. നിങ്ങളത് ഒപ്പിച്ചെടുത്ത് പഠിച്ച് പരിശോധിച്ചാൽ ഏപ്രിൽ 23-ന് മാന്യ സഹോദരങ്ങളെ, താമര ചിഹ്നം വിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭ്യർത്ഥനയാണ്, നല്ലതുപോലെ എന്റെ പ്രാപ്തി വിലയിരുത്തിയതിനു ശേഷം മാത്രം എനിക്ക് വോട്ട് ചെയ്യണം. ഇനിയും സമയമാണ്. ഇനിയും ഏതാണ്ട് 11 ദിവസം ബാക്കിയുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇതിന്റെ ഒരു ചെറിയ രേഖയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട MP ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കണക്കുകൂട്ടലിനുള്ള സാധ്യത അതിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആത്മവിശ്വാസമാണത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം ആ വഴിയെ മാത്രം, അങ്ങനെ മാത്രം എനിക്ക് നൽകി ഗംഭീര ഭൂരിപക്ഷത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ MP ആയി എന്നെ ഡൽഹിയിലേക്ക് അയക്കണമേ എന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മെയ് 23-ന് വിളംബരം വരുമ്പോൾ ഒരു നെറ്റിപ്പട്ടമെടുത്ത് എന്റെ ഈ നെഞ്ചത്തോട്ട് ചാർത്തിത്തരൂ. നിങ്ങളുടെ ഒരു കുട്ടി കൊമ്പനായി, കൊമ്പുകുലുക്കിയായി, എല്ലാ മത വിചാര ആചാര അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷകനായി
തെച്ചിക്കോട്ട് രാമചന്ദ്രനായി, ഗുരുവായൂർ കേശവനായി, കൊമ്പുവിളിക്കായി ഞാനുണ്ടാവും പാർലമെന്റിൽ എന്റെ പ്രധാനമന്ത്രിക്കൊപ്പം. ഇത് ഉറപ്പ്. ഇനി ഒരു ഭരത്ചന്ദ്രൻ IPS ഉറപ്പ് കൂടി തരാനുണ്ട്. അങ്ങനെ ജയിച്ചാൽ, നിങ്ങളുടെ MP ആയി മാറിയാൽ, തിരുവനന്തപുരത്തുകാരൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് വിവാഹത്തിന് ശേഷം അച്ചുവീട്ടിൽ താമസം തിരുവനന്തപുരത്ത് 30 വർഷമായിട്ട് എന്നെ കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിക്കുന്ന തിരുവനന്തപുരത്തുകാരെ ഞാൻ മറക്കില്ല. പക്ഷെ നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുത്താൽ ഞാൻ ഇവിടെ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങളെ സേവിക്കും എന്ന ഉറപ്പ്, അത് ഭരത്ചന്ദ്രന്റെ നട്ടെല്ലിന്റെ ഉറപ്പാണ്. അതിനെനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനമാണ്. അങ്ങനെ തന്നെ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. കമ്മീഷണറുടെ ഡയലോഗ്. അതിനു മുമ്പ് ദീന സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. കാരണം അതിന് എന്തൊക്കെയോ ഒരു കോണ്ടെക്സ്ച്വൽ കണക്ഷൻ ഉണ്ട്, സാന്ദർഭികമായ ഒരു ബന്ധമുണ്ട്. അതെങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അജിത്തിന്റെ ദീന എന്ന് പറയുന്ന സിനിമയില് തമിഴ് ഡയലോഗാണ്. എല്ലാവരും നിശബ്ദമായിട്ട് കേൾക്കണം. ആ വണ്ടിയിൽ പോകുന്ന സുഹൃത്തുക്കൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയാൽ, ഒരു നിമിഷം, ഒറ്റ നിമിഷം. தடா சட்டத்துல போட்டு என் தம்பிய உள்ள தள்ளுறதுக்கு ஏற்பாடு பண்ணியாமே. ஒரு நாள் இல்ல, ஒரு நிமிஷம் அவனை உள்ள வச்சு பார். 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். தீனா கையெடுப்பான், ஆதிகேசவன் தலையெடுப்பான். ஜாக்கிரதை. അതുപോലെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വിഷു, ഈസ്റ്റർ ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും. എല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളിവിടെ എന്താണ് സിനിമ അവതരിപ്പിച്ച് ടിക്കറ്റ് കയറാൻ ആളിനെ നിർത്തിയിട്ടുണ്ട് എന്റെ വലതുവശത്ത്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കടച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, I am Bharat Chandran. Just remember that. Thank you. Thank you. Thank you. Thank you. ഷാജി തൃപ്പത്തെ രണ്ട് സൈഡുകളിലേക്കും ഒതുങ്ങേണ്ടതാണ്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം BDJSന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം അനിശ്ചിതത്വം വന്നു. വീണ്ടും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എന്ന സമയത്ത് നമ്മളെ എതിർക്കുന്ന എല്ലാ ആളുകളും മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ള BJPയുടെ സാന്നിധ്യം തൃശൂർ പാർലമെന്റിൽ
വന്നതോടുകൂടി നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഞാനും നിങ്ങളും പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ താമര വിരിയുന്നത് വടക്കുംനാടന്റെ മണ്ണിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, വൈകിയാണെങ്കിലും രണ്ടു കൂട്ടരെ സംബന്ധിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ സ്വീകരണ സമ്മേളനങ്ങൾ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആരാധനായ സാരഥിയെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വളരെ വൈകിയ വേളയിലാണ് 7 ദിവസത്തെ തൃശൂർ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി എത്തിയതും വളരെ വൈകിയാണ്. 7 ദിവസത്തെ മണ്ഡല പര്യടനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള യോഗത്തിനെത്തിയിരിക്കുന്നതും വളരെ വൈകിയാണ്. ഈ വഴി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് കാണുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരുപാട് നേരം അവരെ മുടക്കിയിടാൻ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വേഗം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം കടത്തിവിടണം. കാരണം അങ്ങനെ ഒരു വണ്ടിയിൽ ഞാൻ പെട്ടുപോയാൽ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വളരെ സുപരിചിതനാണ് ഞാൻ. 33 വർഷത്തെ കലാ ജീവിതം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് മലയാളി, തമിഴ്, തെലുങ്ക്, കന്നഡ പ്രേക്ഷക സമൂഹത്തിന്റെ സംഭാവനകൾ കൊണ്ട് എന്റെ ജീവിതം സമ്പന്നമാക്കിയ ദൈവം സമ്മാനിച്ച മുഹൂർത്തങ്ങൾക്ക് ഞാൻ പ്രിയ മലയാളി പരിച്ഛേദത്തിനോട് നന്ദി പറയാനുള്ള ഒരവസരമായിട്ട് കൂടി, ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കുകയാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള സ്ഥാനം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ആ കലാകാരന്റെ നിലവാരത്തെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുമില്ല, ഒരു ബോധ്യവുമില്ല. ആ ധാരണയും ബോധ്യവും ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലും എന്നെ പ്രതിഷ്ഠിക്കാം. ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലയ്ക്ക്, ഭർത്താവ്, അച്ഛൻ, ആങ്ങള, മകൻ എന്നെല്ലാം നിലകളിൽ ഞാൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു മനുഷ്യനായി പ്രവർത്തിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഈശ്വരാനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും എനിക്ക് രക്ഷകനായി ദൈവം നേരിട്ട് വന്ന് ഒരു കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ച ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ പ്രചരണ കാലഘട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് നടക്കാത്തത് കൊണ്ട് എനിക്ക് 2 സിനിമ ചെയ്യുവാനുള്ള
അവസരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമയും ചെയ്യും, ഒപ്പം പ്രചരണത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പ്രചരണം നടത്തണം. അതായിരിക്കണം എന്റെ മഹത്തരമായ പ്രവർത്തനമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് വയനാടിനെ സംബന്ധിച്ചൊരു സംശയം വന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പലായനം ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എന്റെ പ്രധാനമന്ത്രിയും എന്റെ ദേശീയ അധ്യക്ഷനും സ്നേഹപൂർവം നിർബന്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഉദ്യമം വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയം മാത്രമാണ് ഉദ്ദേശം. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല. കേരളത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക മേഖലകളിൽ ഒരു വലിയ വ്യതിയാനത്തിനുള്ള വിളി, നെഞ്ചകം പൊളിച്ചുള്ള വിളി ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളുടെ ഇടപെടലും വളരെ സാധ്യമാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യും. അതിന് 56 അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കാണുന്നത് ഒരു 110 നെഞ്ചിന്റെ വീതിയാണ് ഞാൻ കാണുന്നത്. പാണ്ടിലോറി കയറി ഇറങ്ങിയതുപോലെ ആകും മക്കളെ. അതാണ് അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ. പിന്നെയും പിന്നെയും ദുരന്തമായി തീരുവാൻ മാത്രമേ കേരള സർക്കാരിന് 3 വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ദുരന്തം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീജിത്തിന്റെ കുടുംബത്തിൽ, കെവിന്റെ കുടുംബത്തിൽ കൊണ്ടുചെന്ന് 5-10 ലക്ഷം കൊടുത്തത് കൊണ്ടായില്ല ഒരു സർക്കാരിന്. ആ ഒരു പ്രവണത അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം, തീവ്രമായ സമൂഹത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം, ആരെവിടെ പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഭീകരവാദിയാവും തീവ്രവാദിയാകും എന്ന് പറയാൻ പറ്റാത്ത നാട്ടിലെ സാമൂഹിക ജീവിതാവസ്ഥ. ഇതിനാണോ എല്ലാം ശരിയാക്കും എന്ന ടാഗ് ലൈൻ? അതൊന്നും സംഭവിച്ചു കൊടുക്കാനൊക്കത്തില്ല. എത്ര വണ്ടിയുടെ അകമുടി ഉണ്ടെങ്കിലും, എത്ര കാക്കിക്കാരുടെ സേവനം തൂക്കം പിടിച്ച് കൂടെ ഉണ്ടെങ്കിലും അതൊന്നും സാധ്യമാവില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ആ മുഹൂർത്തം പൂർണ്ണമായി വിനിയോഗിക്കേണ്ടത് പ്രജകളാണ്. കാരണം ഭാരതം എന്നത് രാമരാജ്യമല്ല, പ്രജാരാജ്യമാണ്. പ്രജാരാജ്യമായി തന്നെ നിലനിൽക്കണം. പ്രജകളുടെ അന്തസ്, പ്രജകളുടെ യശസ്, അവരുടെ ജീവിതം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആരായാലും ശരി തന്നെ പാഠം പഠിപ്പിച്ചേ മതിയാകൂ, അവർ പാഠം പഠിച്ചേ മതിയാകൂ. അത്തരത്തിലൊരു മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നതിന്റെ പ്രജകൾ അതിന് കൊടിപിടിക്കുന്ന ഒരവസ്ഥയായിരിക്കണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ജഗതി ശ്രീകുമാർ സിനിമയിൽ പറയുന്നത് പോലെ വളരെ പെട്ടെന്നായിരിക്കും. 2021 ഉടനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കണം. ദൈവം ഒരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾക്ക് അതിൽ അമിതമായ വിശ്വാസമാണ്. തൽക്കാലം ആ ദൈവത്തിന്റെ പേര് പറയാൻ എന്റെ നാവിനും എന്റെ ഹൃദയത്തിനും സ്വാതന്ത്ര്യമില്ലല്ലോ.
എനിക്കത് കഴിയില്ല. അതെന്റെ ദുരന്തം, എന്റെ ദുരന്തം. വരട്ടെ, എല്ലാം ശരിയാക്കാൻ വന്നവരെ മൊത്തത്തിൽ ഒന്ന് നേരെയാക്കേണ്ടി വരും. നേരെയാക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കലാകാരൻ, ഒരു അവതാരകൻ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പദ്ധതിയിൽ കേരളത്തിലെ ദുരന്തത്തിൽ മുങ്ങിപ്പോയ ജീവിതങ്ങൾ, സങ്കീർണതകളിൽ നിന്ന് മുങ്ങിത്താഴുകയല്ലാതെ ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ച് ഒരു വലിയ പരിച്ഛേദം, ആ പരിച്ഛേദത്തിന്റെ കണ്ണീർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചോരക്കണ്ണീരായി അത് ഏറ്റുവാങ്ങുവാനേ സാധിച്ചുള്ളൂ. ദൂരങ്ങളിൽ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരെ ഒക്കെ തലോടണമെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ആ തലോടലിനുള്ള വിരലുകൾ എന്റേതായപ്പോൾ എനിക്ക് നേടുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠയാണ്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും. അതും ഒരു വ്യക്തിപ്രഭാവം അളക്കുന്നതിന് നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ എൻഡോസൾഫാൻ പ്രദേശത്തെ ഈ സർക്കാർ ചവിട്ടിയും എറിഞ്ഞും കൊന്ന ആൾക്കാരുടെ എല്ലാം ഗൃഹങ്ങളിലേക്ക് 13 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിൽ അങ്ങനെ എത്ര ശരത് ലാൽ, കൃപേഷ്, കോൺഗ്രസ്സുകാരൻ, എനിക്ക് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടേ തോന്നിയുള്ളൂ, എന്റെ മക്കളായിട്ടേ തോന്നിയുള്ളൂ. ഇനിയും പോകും, ആരെതിർത്താലും പോകും, രാഷ്ട്രീയം അതിനകത്ത് നോക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ കാര്യത്തിൽ ആരും ദുഷ്ടലാക്കോടെ രാഷ്ട്രീയം കാണരുത്. അവരും ശരിയാക്കേണ്ട കൂട്ടത്തിൽ പെട്ടുപോകും. ഞാൻ ഒരു നല്ല മനുഷ്യനായി തന്നെ ജീവിക്കണം, ആ ജീവിതം തുടരണം, അങ്ങനെ ജീവിച്ച് തന്നെ അവസാനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് എല്ലാവരെയും വേണം, എല്ലാവർക്കും എന്നെയും വേണം എന്ന നിശ്ചയം ശക്തമായി നിലനിർത്തണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കുമ്പോൾ എന്നിലെ വ്യക്തി അതിന്റെ പ്രഭാവം എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചോളൂ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെ നിശ്ചയം ഉറപ്പിക്കുന്നതിന്. അതിന് തീർച്ചയായിട്ടും എന്റെ പ്രാപ്തിയാണ് നിങ്ങൾ അളക്കേണ്ടത്. ഞാൻ പുതുതായി ഓടുപൊളിച്ചിറങ്ങിയ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു രാഷ്ട്രീയക്കാരനല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും സമുന്നതരായ നേതാക്കന്മാരുടെ മുഴുവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള ഒരു നിഷ്പക്ഷമതിയായിരുന്നു. ഇന്നെനിക്കൊരു പക്ഷമുണ്ട്, ആ പക്ഷത്തിൽ ഞാൻ ശക്തനുമാണ്, അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അത് ഞാൻ സിനിമയിൽ പറയുന്നത് പോലെ നല്ല പിറന്ന ഒരു നേതാവ് എനിക്കുണ്ട്, ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാധ്യത ഈ രാജ്യമാണെന്ന് എനിക്കറിയാം. നേതാക്കളല്ല, പാർട്ടിയല്ല, ഇതെല്ലാം രണ്ടാമതും മൂന്നാമതും വരുന്നതാണ്. രാജ്യം ആദ്യം, രാഷ്ട്രവാദികളുടെ സംഘം. 5 വർഷത്തെ ഭരണം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഓരോ പദ്ധതിയും എടുത്തു നോക്ക്. നോട്ട് മാറ്റം അടക്കം, നോട്ട് മാറ്റം ആരെയൊക്കെയാണ് നിലയ്ക്ക് നിർത്തിയത് നോക്കൂ. 5 ലക്ഷത്തിലേക്ക് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് ആരെയാണ് രക്ഷിച്ചത്? അംബാനിയെ, അദാനിയെ, മമ്മൂട്ടിയെ, മോഹൻലാലിനെ, എന്നെ. ഞങ്ങൾക്കും എല്ലാം 5 ലക്ഷത്തിനേ ഉള്ളൂ ടാക്സ് അടയ്ക്കേണ്ടാത്തത്. പക്ഷെ 5 ലക്ഷം മാത്രം അല്ലെങ്കിൽ 6 ലക്ഷം മാത്രം വരുമാനമുള്ള ഒരു കുടുംബത്തിന്
അതിന്റെ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? ഈ പഠനം വേണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥർ 70% പേരും ഇടതര. അവർക്കിതൊരു അനുഗ്രഹമായിട്ട് തോന്നിയില്ലേ? അവർക്കൊരു രാഷ്ട്രീയ ചിന്താഗതി മാറ്റം വേണമെന്ന് തോന്നിയില്ലേ? രാഷ്ട്രവാദി ഭരണത്തിന്റെ ഗുണഭോഗം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുന്ന വോട്ട് സ്നേഹം അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനോട് തോന്നിയില്ലേ? തോന്നണ്ടേ? അപ്പൊ ജനനന്മ ഒരു ഭരണം നടപ്പിലാക്കുമ്പോൾ, ശക്തമായി നടപ്പിലാക്കുമ്പോൾ, അതിന് എതിരെ നിൽക്കുന്നവരെ രാജ്യത്തെ വിഘടനവാദികളായി മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂ, സ്വീകരിക്കുവാൻ കഴിയൂ. ഇതുപോലെ അനേകം പദ്ധതികളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ്. ഇനി എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ 3 വർഷക്കാലം രാജ്യസഭാ അംഗം എന്ന നിലയ്ക്ക് ലോക്കൽ ഏരിയ MPs ഡെവലപ്മെന്റ് ഫണ്ട്, MP ലാറ്റ്, പ്രാദേശിക വികസന ഫണ്ട്, ഒരു MPയുടെ എങ്ങനെ കൃത്യമായി 1 ലക്ഷം രൂപ വെച്ച് 1000 പേർക്ക് കൊടുക്കാതെ 1, 2 കോടി 25 ലക്ഷം അതുപോലെയുള്ള പദ്ധതികളുമായി എവിടെയൊക്കെ ഞാൻ ഓടിയെത്തി കേരളത്തിൽ. ഒരു വെറും സിനിമാ നടനാണ് ഞാൻ, സമ്മതിക്കുന്നു. ഒരു വെറും സിനിമാ നടൻ MP ആണ് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷെ ആ MP കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് വഴി കെട്ടിയിറക്കിയ MP എന്തൊക്കെയാണ് ചെയ്തതെന്ന് 14 ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് റെക്കോർഡ്സിൽ രേഖകളുണ്ട്, ലഭ്യമാണ്. നിങ്ങളത് ഒപ്പിച്ചെടുത്ത് പഠിച്ച് പരിശോധിച്ചാൽ ഏപ്രിൽ 23-ന് മാന്യ സഹോദരങ്ങളെ, താമര ചിഹ്നം വിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭ്യർത്ഥനയാണ്, നല്ലതുപോലെ എന്റെ പ്രാപ്തി വിലയിരുത്തിയതിനു ശേഷം മാത്രം എനിക്ക് വോട്ട് ചെയ്യണം. ഇനിയും സമയമാണ്, ഇനിയും ഏതാണ്ട് 11 ദിവസം ബാക്കിയുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇതിന്റെ ഒരു ചെറിയ രേഖയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനായിരിക്കും, നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട MP ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കണക്കുകൂട്ടലിനുള്ള സാധ്യത അതിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ആത്മവിശ്വാസമാണത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം ആ വഴിയെ മാത്രം, അങ്ങനെ മാത്രം എനിക്ക് നൽകി ഗംഭീര ഭൂരിപക്ഷത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ MP ആയി എന്നെ ഡൽഹിയിലേക്ക് അയക്കണമേ എന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മെയ് 23-ന് വിളംബരം വരുമ്പോൾ ഒരു നെറ്റിപ്പട്ടമെടുത്ത് എന്റെ ഈ നെഞ്ചത്തോട്ട് ചാർത്തിത്തരൂ. നിങ്ങളുടെ ഒരു കുട്ടി കൊമ്പനായി, കൊമ്പുകുലുക്കിയായി, എല്ലാ മത വിചാര ആചാര അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷകനായി, തെച്ചിക്കോട്ട് രാമചന്ദ്രനായി, ഗുരുവായൂർ കേശവനായി, കൊമ്പുകുലുക്കിയായി ഞാനുണ്ടാവും പാർലമെന്റിൽ എന്റെ പ്രധാനമന്ത്രിക്കൊപ്പം. ഇത് ഉറപ്പ്. ഇനി ഒരു ഭരത്ചന്ദ്രൻ IPS ഉറപ്പ് കൂടി തരാനുണ്ട്. അങ്ങനെ ജയിച്ചാൽ, നിങ്ങളുടെ MP ആയി മാറിയാൽ, തിരുവനന്തപുരത്തുകാരൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് വിവാഹത്തിന് ശേഷം അച്ചുവീട്ടിൽ താമസം തിരുവനന്തപുരത്ത് 30 വർഷമായിട്ട് എന്നെ കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിക്കുന്ന തിരുവനന്തപുരത്തുകാരെ ഞാൻ മറക്കില്ല. പക്ഷെ നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുത്താൽ ഞാൻ ഇവിടെ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങളെ സേവിക്കും എന്ന ഉറപ്പ്, അത് ഭരത്ചന്ദ്രന്റെ നട്ടെല്ലിന്റെ ഉറപ്പാണ്. അതിനെനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനമാണ്. അങ്ങനെ തന്നെ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. കമ്മീഷണർക്ക് ഡയലോഗ്.
അതിനു മുമ്പ് ദീന സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. കാരണം അതിന് എന്തൊക്കെയോ ഒരു കോണ്ടെക്സ്ച്വൽ കണക്ഷൻ ഉണ്ട്, ഇത് സാന്ദർഭികമായ ഒരു ബന്ധമുണ്ട്. അതെങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അജിത്തിന്റെ ദീന എന്ന് പറയുന്ന സിനിമയില് തമിഴ് ഡയലോഗാണ്. എല്ലാവരും നിശബ്ദമായിട്ട് കേൾക്കണം. ആ വണ്ടിയിൽ പോകുന്ന സുഹൃത്തുക്കൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയാൽ, ഒരു നിമിഷം, ഒറ്റ നിമിഷം. தடா சட்டத்துல போட்டு என் தம்பிய உள்ள தள்ளுறதுக்கு ஏற்பாடு பண்ணியாமே ஒரு நாள் இல்ல, ஒரு நிமிஷம் அவனை உள்ள வச்சு பார். 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். தீனா கையெடுப்பான், ஆதிகேசவன் தலையெடுப்பான். ஜாக்கிரதை. അതുപോലെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വിഷു, ഈസ്റ്റർ ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും. എല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളിവിടെ എന്താണ് സിനിമ അവതരിപ്പിച്ച് ടിക്കറ്റ് കയറാൻ ആളിനെ നിർത്തിയിട്ടുണ്ടോ എന്റെ വലതുവശത്ത്? മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കടച്ച് 4 നേരം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല, ഓർത്തോ. I am Bharat Chandran. Just remember that. Thank you, thank you, thank you, thank you. ഷാൾഡാളർ അറ്റേമേറ്റ് വരിക. ഷാജി തൃപ്പറ്റ് രണ്ട് സൈഡുകളിലേക്കും ഒതുങ്ങേണ്ടതാണ്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്, പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം BDJSന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം അനിശ്ചിതത്വം വന്നു. വീണ്ടും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എന്ന സമയത്ത് നമ്മളെ എതിർക്കുന്ന എല്ലാ ആളുകളും മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ള BJPയുടെ സാന്നിധ്യം തൃശൂർ പാർലമെന്റിൽ പ്രഖ്യാപിച്ചവർക്കുള്ള നമ്മുടെ ആരാധ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അവർ വന്നതോടുകൂടി നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഞാനും നിങ്ങളും പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ താമര വിരിയുന്നത് വടക്കൻനാടന്റെ മണ്ണിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, വൈകിയാണെങ്കിലും രണ്ടു കൂട്ടരെ സംബന്ധിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ സ്വീകരണ സമ്മേളനങ്ങൾ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആരാധനായ സാരഥിയെ ക്ഷണിക്കുന്നു. പ്രിയ
സഹോദരി സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വളരെ വൈകിയ വേളയിലാണ് 7 ദിവസത്തെ തൃശൂർ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി എത്തിയതും വളരെ വൈകിയാണ്. 7 ദിവസത്തെ മണ്ഡല പര്യടനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള യോഗത്തിനെത്തിയിരിക്കുന്നതും വളരെ വൈകിയാണ്. ഈ വഴി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് കാണുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരുപാട് നേരം അവരെ മുടക്കിയിടാൻ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വേഗം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം കടത്തിവിടണം. കാരണം അങ്ങനെ ഒരു വണ്ടിയിൽ ഞാൻ പെട്ടുപോയാൽ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വളരെ സുപരിചിതനാണ് ഞാൻ. 33 വർഷത്തെ കലാ ജീവിതം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് മലയാളി, തമിഴ്, തെലുങ്ക്, കന്നഡ പ്രേക്ഷക സമൂഹത്തിന്റെ സംഭാവനകൾ കൊണ്ട് എന്റെ ജീവിതം സമ്പന്നമാക്കിയ ദൈവം സമ്മാനിച്ച മുഹൂർത്തങ്ങൾക്ക് ഞാൻ പ്രിയ മലയാളി പരിച്ഛേദത്തിനോട് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് കൂടി, ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കുകയാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള സ്ഥാനം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ആ കലാകാരന്റെ നിലവാരത്തെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുമില്ല, ഒരു ബോധ്യവുമില്ല. ആ ധാരണയും ബോധ്യവും ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലും എന്നെ പ്രതിഷ്ഠിക്കാം. ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലയ്ക്ക്, ഭർത്താവ്, അച്ഛൻ, ആങ്ങള, മകൻ എന്നെല്ലാം നിലകളിൽ ഞാൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു മനുഷ്യനായി പ്രവർത്തിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഈശ്വരാനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും എനിക്ക് രക്ഷകനായി ദൈവം നേരിട്ട് വന്ന് ഒരു കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ച ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ പ്രചരണ കാലഘട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് നടക്കാത്തത് കൊണ്ട് എനിക്ക് 2 സിനിമ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമയും ചെയ്യും, ഒപ്പം പ്രചരണത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പ്രചരണം നടത്തണം. അതാണ് എന്റെ മഹത്തരമായ, അതായിരിക്കണം എന്റെ മഹത്തരമായ പ്രവർത്തനമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് വയനാടിനെ സംബന്ധിച്ചൊരു സംശയം വന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പലായനം ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എന്റെ പ്രധാനമന്ത്രിയും എന്റെ ദേശീയ അധ്യക്ഷനും സ്നേഹപൂർവം നിർബന്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഉദ്യമം വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയം മാത്രമാണ് ഉദ്ദേശം. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല.
കേരളത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക മേഖലകളിൽ ഒരു വലിയ വ്യതിയാനത്തിനുള്ള വിളി, നെഞ്ചകം പൊളിച്ചുള്ള വിളി ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളുടെ ഇടപെടലും വളരെ സാധ്യമാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യും. അതിന് 56 അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കാണുന്നത് ഒരു 115 നെഞ്ചിന്റെ വീതിയാണ് ഞാൻ കാണുന്നത്. പാണ്ടിലോറി കയറി ഇറങ്ങിയതുപോലെ ആകും മക്കളെ. അതാണ് അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ. പിന്നെയും പിന്നെയും ദുരന്തമായി തീരുവാൻ മാത്രമേ കേരള സർക്കാരിന് 3 വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ദുരന്തം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീജിത്തിന്റെ കുടുംബത്തിൽ, കെവിന്റെ കുടുംബത്തിൽ കൊണ്ടുചെന്ന് 5-10 ലക്ഷം കൊടുത്തത് കൊണ്ടായില്ല ഒരു സർക്കാരിന്. ആ ഒരു പ്രവണത അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം, തീവ്രമായ സമൂഹത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം, ആരെവിടെ പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഭീകരവാദിയാവും തീവ്രവാദിയാകും എന്ന് പറയാൻ പറ്റാത്ത നാട്ടിലെ സാമൂഹിക ജീവിതാവസ്ഥ. ഇതിനാണോ എല്ലാം ശരിയാക്കും എന്ന ടാഗ്ലൈൻ? അതൊന്നും സംഭവിച്ചു കൊടുക്കാനൊക്കത്തില്ല. എത്ര വണ്ടിയുടെ അകമുടി ഉണ്ടെങ്കിലും, എത്ര കാക്കിക്കാരുടെ സേവനം തൂക്കം പിടിച്ച് കൂടെ ഉണ്ടെങ്കിലും അതൊന്നും സാധ്യമാവില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ആ മുഹൂർത്തം പൂർണ്ണമായി വിനിയോഗിക്കേണ്ടത് പ്രജകളാണ്. കാരണം ഭാരതം എന്നത് രാമരാജ്യമല്ല, പ്രജാരാജ്യമാണ്. പ്രജാരാജ്യമായി തന്നെ നിലനിൽക്കണം. പ്രജകളുടെ അന്തസ്, പ്രജകളുടെ യശസ്, അവരുടെ ജീവിതം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആരായാലും ശരി തന്നെ പാഠം പഠിപ്പിച്ചേ മതിയാകൂ. അവർ പാഠം പഠിച്ചേ മതിയാകൂ. അത്തരത്തിലൊരു മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നതിന്റെ പ്രജകൾ അതിന് കൊടിപിടിക്കുന്ന ഒരവസ്ഥയായിരിക്കണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ജഗതി ശ്രീകുമാർ സിനിമയിൽ പറയുന്നത് പോലെ വളരെ പെട്ടെന്നായിരിക്കും. 2021 ഉടനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കണം. ദൈവം ഒരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾക്ക് അതിൽ അമിതമായ വിശ്വാസമാണ്. തൽക്കാലം ആ ദൈവത്തിന്റെ പേര് പറയാൻ എന്റെ നാവിനും എന്റെ ഹൃദയത്തിനും സ്വാതന്ത്ര്യമില്ലല്ലോ. എനിക്കത് കഴിയില്ല. അതെന്റെ ദുരന്തം, എന്റെ ദുരന്തം. വരട്ടെ. എല്ലാം ശരിയാക്കാൻ വന്നവരെ മൊത്തത്തിൽ ഒന്ന് നേരെയാക്കേണ്ടി വരും. നേരെയാക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കലാകാരൻ, ഒരു അവതാരകൻ. അവതാരകൻ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പദ്ധതിയിൽ കേരളത്തിലെ ദുരന്തത്തിൽ മുങ്ങിപ്പോയ ജീവിതങ്ങൾ, സങ്കീർണതകളിൽ നിന്ന് മുങ്ങിത്താഴുകയല്ലാതെ ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ച് ഒരു വലിയ ചെറിയ വലിയ പരിച്ഛേദം, ആ പരിച്ഛേദത്തിന്റെ കണ്ണീർ കണ്ടപ്പോൾ
നിങ്ങൾക്ക് ചോരക്കണ്ണീരായി അത് ഏറ്റുവാങ്ങുവാനേ സാധിച്ചുള്ളൂ. ദൂരങ്ങളിൽ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരെ ഒക്കെ തലോടണമെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ആ തലോടലിനുള്ള വിരലുകൾ എന്റേതായപ്പോൾ എനിക്ക് നേടുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠയാണ്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും. അതും ഒരു വ്യക്തിപ്രഭാവം അളക്കുന്നതിന് നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ എൻഡോസൾഫാൻ പ്രദേശത്ത് ഈ സർക്കാർ ചവിട്ടിയും എറിഞ്ഞും കൊന്ന ആൾക്കാരുടെ എല്ലാം ഗൃഹങ്ങളിലേക്ക് 13 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിൽ അങ്ങനെ എത്ര ശരത് ലാൽ, കൃപേഷ്, കോൺഗ്രസ്സുകാര്, എനിക്ക് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടേ തോന്നിയുള്ളൂ, എന്റെ മക്കളായിട്ടേ തോന്നിയുള്ളൂ. ഇനിയും പോകും, ആരെതിർത്താലും പോകും, രാഷ്ട്രീയം അതിനകത്ത് നോക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ കാര്യത്തിൽ ആരും ദുഷ്ടലാക്കോടെ രാഷ്ട്രീയം കാണരുത്. അവരും ശരിയാക്കേണ്ട കൂട്ടത്തിൽ പെട്ടുപോകും. ഞാൻ ഒരു നല്ല മനുഷ്യനായി തന്നെ ജീവിക്കണം, ആ ജീവിതം തുടരണം, അങ്ങനെ ജീവിച്ച് തന്നെ അവസാനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് എല്ലാവരെയും വേണം, എല്ലാവർക്കും എന്നെയും വേണം എന്ന നിശ്ചയം ശക്തമായി നിലനിർത്തണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കുമ്പോൾ എന്നിലെ വ്യക്തി, അതിന്റെ പ്രഭാവം എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചോളൂ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെ നിശ്ചയം ഉറപ്പിക്കുന്നതിന്. അതിന് തീർച്ചയായിട്ടും എന്റെ പ്രാപ്തിയാണ് നിങ്ങൾ അളക്കേണ്ടത്. ഞാൻ പുതുതായി ഓടുപൊളിച്ചിറങ്ങിയ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു രാഷ്ട്രീയക്കാരനല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും സമുന്നതരായ നേതാക്കന്മാരുടെ മുഴുവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള ഒരു നിഷ്പക്ഷമതിയായിരുന്നു. ഇന്നെനിക്കൊരു പക്ഷമുണ്ട്, ആ പക്ഷത്തിൽ ഞാൻ ശക്തനുമാണ്, അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അത് ഞാൻ സിനിമയിൽ പറയുന്നത് പോലെ നല്ല പിറന്ന ഒരു നേതാവ് എനിക്കുണ്ട്, ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാധ്യത ഈ രാജ്യമാണെന്ന് എനിക്കറിയാം. നേതാക്കളല്ല, പാർട്ടിയല്ല, ഇതെല്ലാം രണ്ടാമതും മൂന്നാമതും വരുന്നതാണ്. രാജ്യം ആദ്യം, രാഷ്ട്രവാദികളുടെ സംഘം. 5 വർഷത്തെ ഭരണം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഓരോ പദ്ധതിയും എടുത്തു നോക്ക്. നോട്ടുമാറ്റം അടക്കം, നോട്ടുമാറ്റം ആരെയൊക്കെയാണ് നിലയ്ക്ക് നിർത്തിയത് നോക്കൂ. 5 ലക്ഷത്തിലേക്ക് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് ആരെയാണ് രക്ഷിച്ചത്? അംബാനിയെ, അദാനിയെ, മമ്മൂട്ടിയെ, മോഹൻലാലിനെ, എന്നെ. ഞങ്ങൾക്കും എല്ലാം 5 ലക്ഷത്തിനേ ഉള്ളൂ ടാക്സ് അടയ്ക്കേണ്ടാത്തത്. പക്ഷെ 5 ലക്ഷം മാത്രം അല്ലെങ്കിൽ 6 ലക്ഷം മാത്രം വരുമാനമുള്ള ഒരു കുടുംബത്തിന് അതിന്റെ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? ഈ പഠനം വേണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥർ 70% പേരും ഇടതരം. അവർക്കിതൊരു അനുഗ്രഹമായിട്ട് തോന്നിയില്ലേ? അവർക്കൊരു രാഷ്ട്രീയ ചിന്താഗതി മാറ്റം വേണമെന്ന് തോന്നിയില്ലേ? രാഷ്ട്രവാദി ഭരണത്തിന്റെ ഗുണഭോഗം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുന്ന വോട്ട് സ്നേഹം അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനോട് തോന്നിയില്ലേ? തോന്നണ്ടേ? അപ്പൊ ജനനന്മ ഒരു ഭരണം നടപ്പിലാക്കുമ്പോൾ, ശക്തമായി നടപ്പിലാക്കുമ്പോൾ, അതിന് എതിരെ നിൽക്കുന്നവരെ രാജ്യത്തെ വിഘടനവാദികളായി മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂ, സ്വീകരിക്കുവാൻ കഴിയൂ. ഇതുപോലെ അനേകം പദ്ധതികളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ്.
ഇനി എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം രാജ്യസഭാ അംഗം എന്ന നിലയ്ക്ക് ലോക്കൽ ഏരിയ MPs ഡെവലപ്മെന്റ് ഫണ്ട് MP ലാഡ്സ് പ്രാദേശിക വികസന ഫണ്ട് ഒരു MP-യുടെ എങ്ങനെ കൃത്യമായി 1 ലക്ഷം രൂപ വെച്ച് 1000 പേർക്ക് കൊടുക്കാതെ 1-2 കോടി 25 ലക്ഷം അതുപോലെയുള്ള പദ്ധതികളുമായി എവിടെയൊക്കെ ഞാൻ ഓടിയെത്തി കേരളത്തിൽ. ഒരു വെറും സിനിമാ നടനാണ് ഞാൻ, സമ്മതിക്കുന്നു. ഒരു വെറും സിനിമാ നടൻ MP ആണ് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷെ ആ MP കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് വഴി കെട്ടിയിറക്കിയ MP എന്തൊക്കെയാണ് ചെയ്തതെന്ന് 14 ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് റെക്കോർഡ്സിൽ രേഖകളുണ്ട്, ലഭ്യമാണ്. നിങ്ങളത് ഒപ്പിച്ചെടുത്ത് പഠിച്ച് പരിശോധിച്ചാൽ ഏപ്രിൽ 23-ന് മാന്യ സഹോദരങ്ങളെ താമര ചിഹ്നം വിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭ്യർത്ഥനയാണ്, നല്ലതുപോലെ എന്റെ പ്രാപ്തി വിലയിരുത്തിയതിനു ശേഷം മാത്രം എനിക്ക് വോട്ട് ചെയ്യണം. ഇനിയും സമയമാണ്, ഇനിയും ഏതാണ്ട് 11 ദിവസം ബാക്കിയുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇതിന്റെ ഒരു ചെറിയ രേഖയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട MP ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കണക്കുകൂട്ടലിനുള്ള സാധ്യത അതിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ആത്മവിശ്വാസമാണത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം ആ വഴിയെ മാത്രം, അങ്ങനെ മാത്രം എനിക്ക് നൽകി ഗംഭീര ഭൂരിപക്ഷത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ MP ആയി എന്നെ ഡൽഹിയിലേക്ക് അയക്കണമേ എന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മെയ് 23-ന് വിളംബരം വരുമ്പോൾ ഒരു നെറ്റിപ്പട്ടമെടുത്ത് എന്റെ ഈ നെഞ്ചത്തോട്ട് ചാർത്തിത്തരൂ. നിങ്ങളുടെ ഒരു കുട്ടി കൊമ്പനായി, കൊമ്പുകുലുക്കിയായി, എല്ലാ മത വിചാര ആചാര അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷകനായി, തെച്ചിക്കോട്ട് രാമചന്ദ്രനായി, ഗുരുവായൂർ കേശവനായി, കൊമ്പുകുലിക്കായി ഞാനുണ്ടാവും പാർലമെന്റിൽ എന്റെ പ്രധാനമന്ത്രിക്കൊപ്പം. ഇത് ഉറപ്പ്. ഇനി ഒരു ഭരത്ചന്ദ്രൻ IPS ഉറപ്പ് കൂടി തരാനുണ്ട്. അങ്ങനെ ജയിച്ചാൽ, നിങ്ങളുടെ MP ആയി മാറിയാൽ, തിരുവനന്തപുരത്തുകാരൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് വിവാഹത്തിന് ശേഷം അച്ചുവീട്ടിൽ താമസം തിരുവനന്തപുരത്ത് 30 വർഷമായിട്ട് എന്നെ കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിക്കുന്ന തിരുവനന്തപുരത്തുകാരെ ഞാൻ മറക്കില്ല. പക്ഷെ നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുത്താൽ ഞാൻ ഇവിടെ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങളെ സേവിക്കും എന്ന ഉറപ്പ്, അത് ഭരത്ചന്ദ്രന്റെ നട്ടെല്ലിന്റെ ഉറപ്പാണ്. അതിനെനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനമാണ്. അങ്ങനെ തന്നെ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. കമ്മീഷണർക്ക് ഡയലോഗ്. അതിനു മുമ്പ് ദീന സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. കാരണം അതിന് എന്തൊക്കെയോ ഒരു കോണ്ടെക്സ്ച്വൽ കണക്ഷൻ ഉണ്ട്, സാന്ദർഭികമായ ഒരു ബന്ധമുണ്ട്. അതെങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അജത്തിന്റെ ദീന എന്ന് പറയുന്ന സിനിമയില് തമിഴ് ഡയലോഗാണ്. എല്ലാവരും നിശബ്ദമായിട്ട് കേൾക്കണം. ആ വണ്ടിയിൽ പോകുന്ന സുഹൃത്തുക്കൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയാൽ, ഒരു നിമിഷം, ഒറ്റ നിമിഷം. தடா சட்டத்துல போட்டு என் தம்பிய உள்ள தள்ளுறதுக்கு ஏற்பாடு பண்ணியாமே ஒரு நாள் இல்ல, ஒரு நிமிஷம் அவனை உள்ள வச்சு பார். 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். தீனா கையெடுப்பான், ஆதிகேசவன் தலையெடுப்பான். ஜாக்கிரதை.
അതുപോലെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വിഷു, ഈസ്റ്റർ ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും. എല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളിവിടെ എന്താണ് സിനിമ അവതരിപ്പിച്ച് ടിക്കറ്റ് കയറാൻ ആളിനെ നിർത്തിയിട്ടുണ്ടോ എന്റെ വലതുവശത്ത്? മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കടച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല, ഓർത്തോ. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഷാജി തൃപ്പത്തെ രണ്ട് സൈഡുകളിലേക്കും ഒതുങ്ങേണ്ടതാണ്. പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്, പൂർണ്ണമായും വഴി ബ്ലോക്ക് ചെയ്യരുത്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം BDJSന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം അനിശ്ചിതത്വം വന്നു. വീണ്ടും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എന്ന സമയത്ത് നമ്മളെ എതിർക്കുന്ന എല്ലാ ആളുകളും മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ള BJPയുടെ സാന്നിധ്യം തൃശൂർ പാർലമെന്റിൽ നമ്മുടെ ആരാധ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അവർ വന്നതോടുകൂടി നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഞാനും നിങ്ങളും പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ താമര വിരിയുന്നത് വടക്കുന്നാടന്റെ മണ്ണിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, വൈകിയാണെങ്കിലും രണ്ടു കൂട്ടരെ സംബന്ധിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചതിന്റെ തെളിവാണ് ഈ സ്വീകരണ സമ്മേളനങ്ങൾ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആരാധനായ സാരഥിയെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വളരെ വൈകിയ വേളയിലാണ് 7 ദിവസത്തെ തൃശൂർ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി എത്തിയതും വളരെ വൈകിയാണ്. 7 ദിവസത്തെ മണ്ഡല പര്യടനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള യോഗത്തിനെത്തിയിരിക്കുന്നതും വളരെ വൈകിയാണ്. ഈ വഴി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് കാണുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരുപാട് നേരം അവരെ മുടക്കിയിടാൻ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വേഗം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം
കടത്തിവിടണം. കാരണം അങ്ങനെ ഒരു വണ്ടിയിൽ ഞാൻ പെട്ടുപോയാൽ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വളരെ സുപരിചിതനാണ് ഞാൻ. 33 വർഷത്തെ കലാ ജീവിതം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് മലയാളി, തമിഴ്, തെലുങ്ക്, കന്നഡ പ്രേക്ഷക സമൂഹത്തിന്റെ സംഭാവനകൾ കൊണ്ട് എന്റെ ജീവിതം സമ്പന്നമാക്കിയ ദൈവം സമ്മാനിച്ച മുഹൂർത്തങ്ങൾക്ക് ഞാൻ പ്രിയ മലയാളി പരിച്ഛേദത്തിനോട് നന്ദി പറയാനുള്ള ഒരവസരമായിട്ട് കൂടി, ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കുകയാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള സ്ഥാനം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ആ കലാകാരന്റെ നിലവാരത്തെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുമില്ല, ഒരു ബോധ്യവുമില്ല. ആ ധാരണയും ബോധ്യവും ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലും എന്നെ പ്രതിഷ്ഠിക്കാം. ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലയ്ക്ക്, ഭർത്താവ്, അച്ഛൻ, ആങ്ങള, മകൻ എന്നെല്ലാം നിലകളിൽ ഞാൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു മനുഷ്യനായി പ്രവർത്തിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഈശ്വരാനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും എനിക്ക് രക്ഷകനായി ദൈവം നേരിട്ട് വന്ന് ഒരു കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ച ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ പ്രചരണ കാലഘട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് നടക്കാത്തത് കൊണ്ട് എനിക്ക് 2 സിനിമ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമയും ചെയ്യും, ഒപ്പം പ്രചരണത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പ്രചരണം നടത്തണം. അതാണ് എന്റെ മഹത്തരമായ, അതായിരിക്കണം എന്റെ മഹത്തരമായ പ്രവർത്തനമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് വയനാടിനെ സംബന്ധിച്ചൊരു സംശയം വന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പലായനം ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ എന്റെ പ്രധാനമന്ത്രിയും എന്റെ ദേശീയ അധ്യക്ഷനും സ്നേഹപൂർവം നിർബന്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഉദ്യമം വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയം മാത്രമാണ് ഉദ്ദേശം. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല. കേരളത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ആധ്യാത്മിക മേഖലകളിൽ ഒരു വലിയ വ്യതിയാനത്തിനുള്ള വിളി, നെഞ്ചകം പൊളിച്ചുള്ള വിളി ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളുടെ ഇടപെടലും വളരെ സാധ്യമാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യും. അതിന് 56 അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കാണുന്നത് ഒരു 115 നെഞ്ചിന്റെ വീതിയാണ് ഞാൻ കാണുന്നത്. പാണ്ടിലോറി കയറി ഇറങ്ങിയതുപോലെ ആകും മക്കളെ. അതാണ് അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ. പിന്നെയും പിന്നെയും ദുരന്തമായി തീരുവാൻ മാത്രമേ
കേരള സർക്കാരിന് 3 വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ദുരന്തം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശ്രീജിത്തിന്റെ കുടുംബത്തിൽ, കെവിന്റെ കുടുംബത്തിൽ കൊണ്ടുചെന്ന് 5-10 ലക്ഷം കൊടുത്തത് കൊണ്ടായില്ല ഒരു സർക്കാരിന്. ആ ഒരു പ്രവണത അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം, തീവ്രമായ സമൂഹത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം, ആരെവിടെ പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഭീകരവാദിയാവും തീവ്രവാദിയാകും എന്ന് പറയാൻ പറ്റാത്ത നാട്ടിലെ സാമൂഹിക ജീവിതാവസ്ഥ. ഇതിനാണോ എല്ലാം ശരിയാക്കും എന്ന ടാഗ് ലൈൻ? അതൊന്നും സംഭവിച്ചു കൊടുക്കാനൊക്കത്തില്ല. എത്ര വണ്ടിയുടെ അകമുടി ഉണ്ടെങ്കിലും, എത്ര കാക്കിക്കാരുടെ സേവനം തൂക്കം പിടിച്ച് കൂടെ ഉണ്ടെങ്കിലും അതൊന്നും സാധ്യമാവില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ആ മുഹൂർത്തം പൂർണ്ണമായി വിനിയോഗിക്കേണ്ടത് പ്രജകളാണ്. കാരണം ഭാരതം എന്നത് രാമരാജ്യമല്ല, പ്രജാരാജ്യമാണ്. പ്രജാരാജ്യമായി തന്നെ നിലനിൽക്കണം. പ്രജകളുടെ അന്തസ്, പ്രജകളുടെ യശസ്, അവരുടെ ജീവിതം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആരായാലും ശരി തന്നെ പാഠം പഠിപ്പിച്ചേ മതിയാകൂ, അവർ പാഠം പഠിച്ചേ മതിയാകൂ. അത്തരത്തിലൊരു മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നതിന്റെ പ്രജകൾ അതിന് കൊടിപിടിക്കുന്ന ഒരവസ്ഥയായിരിക്കണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ജഗതി ശ്രീകുമാർ സിനിമയിൽ പറയുന്നത് പോലെ വളരെ പെട്ടെന്നായിരിക്കും. 2021 ഉടനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കണം. ദൈവം ഒരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികൾക്ക് അതിൽ അമിതമായ വിശ്വാസമാണ്. തൽക്കാലം ആ ദൈവത്തിന്റെ പേര് പറയാൻ എന്റെ നാവിനും എന്റെ ഹൃദയത്തിനും സ്വാതന്ത്ര്യമില്ലല്ലോ. എനിക്കത് കഴിയില്ല. അതെന്റെ ദുരന്തം, എന്റെ ദുരന്തം. വരട്ടെ. എല്ലാം ശരിയാക്കാൻ വന്നവരെ മൊത്തത്തിൽ ഒന്ന് നേരെയാക്കേണ്ടി വരും. നേരെയാക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കലാകാരൻ, ഒരു അവതാരകൻ. അവതാരകൻ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പദ്ധതിയിൽ കേരളത്തിലെ ദുരന്തത്തിൽ മുങ്ങിപ്പോയ ജീവിതങ്ങൾ, സങ്കീർണതകളിൽ നിന്ന് മുങ്ങിത്താഴുകയല്ലാതെ ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ച് ഒരു വലിയ വലിയ പരിച്ഛേദം, ആ പരിച്ഛേദത്തിന്റെ കണ്ണീർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചോരക്കണ്ണീരായി അത് ഏറ്റുവാങ്ങുവാനേ സാധിച്ചുള്ളൂ. ദൂരങ്ങളിൽ സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരെ ഒക്കെ തലോടണമെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ആ തലോടലിനുള്ള വിരലുകൾ എന്റേതായപ്പോൾ എനിക്ക് നേടുവാനായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠയാണ്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും. അതും ഒരു വ്യക്തിപ്രഭാവം അളക്കുന്നതിന് നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ എൻഡോസൾഫാൻ പ്രദേശത്ത് ഈ സർക്കാർ ചവിട്ടിയും എറിഞ്ഞും കൊന്ന ആൾക്കാരുടെ എല്ലാം ഗൃഹങ്ങളിലേക്ക് 13 വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിൽ അങ്ങനെ എത്ര ശരത് ലാൽ, കൃപേഷ്, കോൺഗ്രസ്സുകാരൻ. എനിക്ക് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടേ തോന്നിയുള്ളൂ, എന്റെ മക്കളായിട്ടേ തോന്നിയുള്ളൂ. ഇനിയും പോകും, ആരെതിർത്താലും പോകും. രാഷ്ട്രീയം അതിനകത്ത് നോക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ
എന്റെ കാര്യത്തിൽ ആരും ദുഷ്ടലാക്കോടെ രാഷ്ട്രീയം കാണരുത്. അവരും ശരിയാക്കേണ്ട കൂട്ടത്തിൽ പെട്ടുപോകും. ഞാൻ ഒരു നല്ല മനുഷ്യനായി തന്നെ ജീവിക്കണം, ആ ജീവിതം തുടരണം, അങ്ങനെ ജീവിച്ച് തന്നെ അവസാനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് എല്ലാവരെയും വേണം, എല്ലാവർക്കും എന്നെയും വേണം എന്ന നിശ്ചയം ശക്തമായി നിലനിർത്തണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കുമ്പോൾ എന്നിലെ വ്യക്തി അതിന്റെ പ്രഭാവം എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചോളൂ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെ നിശ്ചയം ഉറപ്പിക്കുന്നതിന്. അതിന് തീർച്ചയായിട്ടും എന്റെ പ്രാപ്തിയാണ് നിങ്ങൾ അളക്കേണ്ടത്. ഞാൻ പുതുതായി ഓടുപൊളിച്ചിറങ്ങിയ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു രാഷ്ട്രീയക്കാരനല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും സമുന്നതരായ നേതാക്കന്മാരുടെ മുഴുവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള ഒരു നിഷ്പക്ഷമതിയായിരുന്നു. ഇന്നെനിക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷത്തിൽ ഞാൻ ശക്തനുമാണ്. അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അത് ഞാൻ സിനിമയിൽ പറയുന്നത് പോലെ നല്ല പിറന്ന ഒരു നേതാവ് എനിക്കുണ്ട്, ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാധ്യത ഈ രാജ്യമാണെന്ന് എനിക്കറിയാം. നേതാക്കളല്ല, പാർട്ടിയല്ല, ഇതെല്ലാം രണ്ടാമതും മൂന്നാമതും വരുന്നതാണ്. രാജ്യം ആദ്യം. രാഷ്ട്രവാദികളുടെ സംഘം. 5 വർഷത്തെ ഭരണം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഓരോ പദ്ധതിയും എടുത്തു നോക്ക്. നോട്ട് മാറ്റം അടക്കം. നോട്ട് മാറ്റം ആരെയൊക്കെയാണ് നിലയ്ക്ക് നിർത്തിയത് നോക്കൂ. 5 ലക്ഷത്തിലേക്ക് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് ആരെയാണ് രക്ഷിച്ചത്? അംബാനിയെ, അദാനിയെ, മമ്മൂട്ടിയെ, മോഹൻലാലിനെ, എന്നെ. ഞങ്ങൾക്കും എല്ലാം 5 ലക്ഷത്തിനേ ഉള്ളൂ ടാക്സ് അടയ്ക്കേണ്ടാത്തത്. പക്ഷെ 5 ലക്ഷം മാത്രം അല്ലെങ്കിൽ 6 ലക്ഷം മാത്രം വരുമാനമുള്ള ഒരു കുടുംബത്തിന് അതിന്റെ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഏത് നിലയിലേക്ക് ഉയരും? ഈ പഠനം വേണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥർ 70% പേരും ഇടതരം. അവർക്കിതൊരു അനുഗ്രഹമായിട്ട് തോന്നിയില്ലേ? അവർക്കൊരു രാഷ്ട്രീയ ചിന്താഗതി മാറ്റം വേണമെന്ന് തോന്നിയില്ലേ? രാഷ്ട്രവാദി ഭരണത്തിന്റെ ഗുണഭോഗം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുന്ന വോട്ട് സ്നേഹം അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനോട് തോന്നിയില്ലേ? തോന്നണ്ടേ? അപ്പൊ ജനനന്മ ഒരു ഭരണം നടപ്പിലാക്കുമ്പോൾ, ശക്തമായി നടപ്പിലാക്കുമ്പോൾ അതിന് എതിരെ നിൽക്കുന്നവരെ രാജ്യത്തെ വിഘടനവാദികളായി മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂ, സ്വീകരിക്കുവാൻ കഴിയൂ. ഇതുപോലെ അനേകം പദ്ധതികളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ്. ഇനി എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ 3 വർഷക്കാലം രാജ്യസഭാ അംഗം എന്ന നിലയ്ക്ക് ലോക്കൽ ഏരിയ MPs ഡെവലപ്മെന്റ് ഫണ്ട്, MP ലാഡ്, പ്രാദേശിക വികസന ഫണ്ട്, ഒരു MPയുടെ എങ്ങനെ കൃത്യമായി 1 ലക്ഷം രൂപ വെച്ച് 1000 പേർക്ക് കൊടുക്കാതെ 1, 2 കോടി 25 ലക്ഷം അതുപോലെയുള്ള പദ്ധതികളുമായി എവിടെയൊക്കെ ഞാൻ ഓടിയെത്തി കേരളത്തിൽ. ഒരു വെറും സിനിമാ നടനാണ് ഞാൻ, സമ്മതിക്കുന്നു. ഒരു വെറും സിനിമാ നടൻ MP ആണ് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷെ ആ MP കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് വഴി കെട്ടിയിറക്കിയ MP എന്തൊക്കെയാണ് ചെയ്തതെന്ന് 14 ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് റെക്കോർഡ്സിൽ രേഖകളുണ്ട്, ലഭ്യമാണ്. നിങ്ങളത് ഒപ്പിച്ചെടുത്ത് പഠിച്ച് പരിശോധിച്ചാൽ ഏപ്രിൽ 23 മാന്യ സഹോദരങ്ങളെ, താമരചിഹ്നം വിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭ്യർത്ഥനയാണ്, നല്ലതുപോലെ എന്റെ പ്രാപ്തി വിലയിരുത്തിയതിനു ശേഷം മാത്രം എനിക്ക് വോട്ട് ചെയ്യണം. ഇനിയും സമയമാണ്, ഇനിയും ഏതാണ്ട് 11 ദിവസം ബാക്കിയുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇതിന്റെ ഒരു ചെറിയ രേഖയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനായിരിക്കും, നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട MP ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കണക്കുകൂട്ടലിനുള്ള സാധ്യത അതിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ആത്മവിശ്വാസമാണത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം ആ വഴിയെ മാത്രം, അങ്ങനെ മാത്രം എനിക്ക് നൽകി ഗംഭീര ഭൂരിപക്ഷത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ MP ആയി എന്നെ ഡൽഹിയിലേക്ക് അയക്കണമേ എന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മെയ് 23 വിളംബരം വരുമ്പോൾ ഒരു നെറ്റിപ്പട്ടമെടുത്ത് ഈ നെഞ്ചത്തോട്ട് ചാർത്തിത്തരൂ. നിങ്ങളുടെ ഒരു കുട്ടി കൊമ്പനായി, കൊമ്പുകുലുക്കിയായി, എല്ലാ മത വിചാര ആചാര അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷകനായി, തെച്ചിക്കോട്ട് രാമചന്ദ്രനായി, ഗുരുവായൂർ കേശവനായി, കൊമ്പുകുലുക്കിയായി ഞാനുണ്ടാവും പാർലമെന്റിൽ എന്റെ പ്രധാനമന്ത്രിക്കൊപ്പം. ഇത് ഉറപ്പ്. ഇനി ഒരു ഭരത്ചന്ദ്രൻ IPS ഉറപ്പ് കൂടി തരാനുണ്ട്. അങ്ങനെ ജയിച്ചാൽ, നിങ്ങളുടെ MP ആയി മാറിയാൽ, തിരുവനന്തപുരത്തുകാരൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് വിവാഹത്തിന് ശേഷം അച്ചുവീട്ടിൽ താമസം തിരുവനന്തപുരത്ത് 30 വർഷമായിട്ട് എന്നെ കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിക്കുന്ന തിരുവനന്തപുരത്തുകാരെ ഞാൻ മറക്കില്ല. പക്ഷെ നിങ്ങളുടെ MP ആയി തെരഞ്ഞെടുത്താൽ ഞാൻ ഇവിടെ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങളെ സേവിക്കും എന്ന ഉറപ്പ്, അത് ഭരത്ചന്ദ്രന്റെ നട്ടെല്ലിന്റെ ഉറപ്പാണ്. അതിനെനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനമാണ്. അങ്ങനെ തന്നെ സംഭവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. കമ്മീഷണർക്ക് ഡയലോഗ്. അതിനു മുമ്പ് ദീന സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. കാരണം അതിന് എന്തൊക്കെയോ ഒരു കോണ്ടെക്സ്ച്വൽ കണക്ഷൻ ഉണ്ട്. ഇത് സാന്ദർഭികമായ ഒരു ബന്ധമുണ്ട്. അതെങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അജത്തിന്റെ ദീന എന്ന് പറയുന്ന സിനിമയില് തമിഴ് ഡയലോഗാണ്. എല്ലാവരും നിശബ്ദമായിട്ട് കേൾക്കണം. ആ വണ്ടിയിൽ പോകുന്ന സുഹൃത്തുക്കൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയാൽ, ഒരു നിമിഷം, ഒറ്റ നിമിഷം. தடா சட்டத்துல போட்டு என் தம்பிய உள்ள தள்ளுறதுக்கு ஏற்பாடு பண்ணியாமே ஒரு நாள் இல்ல, ஒரு நிமிஷம் அவனை உள்ள வச்சு பார். 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். தீனா கையெடுப்பான், ஆதிகேசவன் தலையெடுப்பான். ஜாக்கிரதை. അതുപോലെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വിഷു, ഈസ്റ്റർ ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും. എല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളിവിടെ എന്താണ് സിനിമ അവതരിപ്പിച്ച് ടിക്കറ്റ് കയറാൻ ആളിനെ നിർത്തിയിട്ടുണ്ടോ എന്റെ വലതുവശത്ത്? മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കടച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, I am Bharat Chandran. Just remember that.
താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഷാൾഡാളർ ഏറ്റവും വരിക ഷാജി തൃപ്പറ്റ്